ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്ന, നിങ്ങളുടെ സ്വന്തം മനു മിസ്സാണ്. എൻ്റെ മക്കളെ എല്ലാവരും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ നമ്മളെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹൗ മച്ച് ഓഫ് 100 എന്നുള്ള ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പം എൻ്റെ മക്കൾ എല്ലാവരും നമ്മളെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ചോദ്യം പഠിച്ചു വെച്ചോളൂ, 5 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ബോർഡിലേക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്തായാലും എളുപ്പത്തിൽ അത് വായിക്കാം, പക്ഷെ മലയാളം മീഡിയക്കാർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം അത് പറഞ്ഞുതരാം. The monthly salary, okay, the monthly salary of Sheena is 45,000. She spent 9,000 on food. അവരുടെ മാസ വരുമാനം ഷീനക്കുട്ടിയുടെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ 45,000 രൂപയാണ്. അവൾ ഫുഡിന് വേണ്ടിയിട്ട് 9,000 രൂപയാണ്, 9,000 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്, ചെലവാക്കുന്നുണ്ട്. ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഇൻകം ഈസ് സ്പെൻഡ് ഓൺ ഫുഡ്? അപ്പം എത്ര ശതമാനമാണ് അവളുടെ ഫുഡിന് വേണ്ടി ചെലവാക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം 45,000 എത്ര ശതമാനമാണ് ഫുഡിന് വേണ്ടി ചെലവാക്കുന്ന 9,000 എന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ, നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച കാര്യം കൂടിയാണ്. സോ 45,000 എത്രയോ ശതമാനം നമുക്കറിയില്ല. കണ്ടുപിടിക്കാനുള്ള അറിയാത്തതിനെ നമ്മൾ എക്സ് പെർസെൻറ്റേജ് നടക്കൂലേ? എക്സ് പെർസെൻറ്റേജ് ആണ് ഈ പറയുന്ന 9,000 അല്ലേടാ. നോക്കാം, നമുക്ക് എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു മാർഗം? യെസ്, ഈ 100 നേരെ ഇങ്ങോട്ട് എടുത്താൽ ഇൻറ്റു 100 എന്നാകും. അതുപോലെ ഈ 45,000 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ 45,000 എന്നായിട്ട് മാറും ഇല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9,000 അടുത്തേക്ക് 100 കൊണ്ടുവന്നപ്പോൾ ഇൻറ്റു 100 ആയി. 45,000 ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായി? ഡിവൈഡഡ് ബൈ 45,000 എന്നായിട്ട് മാറി. ഇനി നമുക്ക് 0 ഒക്കെ ക്യാൻസൽ ചെയ്യാനുണ്ടല്ലോ. അതെ, 3 0 3 0 ക്യാൻസൽ ചെയ്തു അല്ലെ. 945 എത്ര തവണ പോകും? യെസ്, 5 തവണ പോകും ഇല്ലേടാ. ബാക്കി എക്സ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മുകളിൽ ഒരു 100 ഉണ്ട്, താഴെ ഒരു 5 ഉണ്ട് അല്ലെ. 100ൽ 5 എത്ര തവണ പോവടാ? 100ൽ 5 20 തവണ പോകും. അപ്പൊ എക്സ് പെർസെൻറ്റേജ് എത്ര ശതമാനമാണെന്ന് കിട്ടി നിങ്ങൾക്ക്? 20% കിട്ടി. സോ ഷീനക്കുട്ടി ഫുഡിന് വേണ്ടി മാത്രമായിട്ട് ചെലവാക്കുന്നത് 20% അല്ലെ. കഴിഞ്ഞില്ല. നമ്മളെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഷീ ഏൺ, ഓക്കെ, ഇത് ഹാസ് അല്ല, ഏൺ ആണ് കേട്ടോ. ഓക്കെ, ഷീ ഏൺ 20% ഓഫ് റിമൈനിങ് എമൗണ്ട്. അവളുടെ മാസ വരുമാനത്തിന്റെ അല്ല, ആ മാസ വരുമാനം എത്രയാ? 45,000. അതിൽ നിന്ന് 9,000 എന്താക്കുന്നുണ്ട്? അവൾ ചെലവാക്കുന്നുണ്ട്. എന്നിട്ടുള്ള ബാക്കി പൈസ ഇല്ലേടാ, ആ ബാക്കി പൈസയുടെ 20% അവൾ ഏൺ ചെയ്യുന്നതെങ്കിൽ എത്ര രൂപയായിരിക്കും അവൾ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. 45,000 നിന്ന് ഫുഡിന് വേണ്ടിയിട്ടുള്ള പൈസ കുറച്ചിട്ട് ബാക്കിയുള്ളത് എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം വേണ്ടേ? അപ്പൊ 45,000 നിന്ന് നിങ്ങൾ 9,000 രൂപ ഇന്ന് കുറച്ച് നോക്കിക്കേ, എത്ര കിട്ടും? 0 0 0 ഒന്ന് ഇങ്ങോട്ടേക്ക് വരും അല്ലെ. 6 and 3 വരും അല്ലെ. 36,000 എന്ന് കിട്ടും. ഈ 36,000 20% അവൾ ഏൺ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞത്. സോ 36,000 20% കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? 2 0 2 0 ക്യാൻസൽ ചെയ്തു അല്ലെ. 360 into 20 വരും. 360 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0 മാറ്റി നിർത്തി നിന്റെ മക്കളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 6 2 12, ബാക്കി 1, 3 2 6 1 7 അല്ലെ. 7,200 രൂപയായിരിക്കും അവള് ഏൺ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. കഴിഞ്ഞില്ല, ഒരു ചോദ്യോടെ അവള് ബാക്കി ഉണ്ടായിരുന്നു. എന്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം? വാട്ട് ഈസ് ഈക്വൽ ടു 30% ഓഫ് 80? 80ന്റെ 30% താഴെ തന്നതിനോട് ആരുമായിട്ടാണ് മാച്ച് ആവുന്നത്? സിനിമ മക്കൾ എന്ത് ചെയ്ത് നോക്കാം? 80ന്റെ 30% കണ്ടുപിടിച്ച് നോക്കാം. 80 അല്ലെ. 80യുടെ 30% എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 80 into 30/100. അപ്പൊ ഇതിലും 0 ക്യാൻസൽ ചെയ്യാലോ അല്ലെ. 2 0 മുകളിലുണ്ട്, 2 0 താഴെയുണ്ട്. ബാക്കി എന്ത് വരും? 8 into 3 3 24 എന്ന് കിട്ടിയിട്ടുണ്ടാവണം. ഈ 24നോട് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തതിൽ ആരായിരിക്കും മാച്ച് ആയിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ പറയണം നമ്മളെ കമന്റ് ബോക്സിൽ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആൻസർ എന്നുള്ളത് മക്കൾ തന്നെ പറയാം. സോ നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇനി ഒത്തിരി ക്വസ്റ്റ്യൻസും ആയിട്ട് ഇനിയും ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സി യു.